ഹലോ ഫ്രണ്ട്സ്, നമ്മളിതാ വന്നേക്കുന്നത് KSRTCയുടെ എക്സ്പോ കാണാനാണ്. അപ്പോൾ ഇവിടെ വില്ലീസൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, പിന്നെ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൻസൊക്കെ കിടപ്പുണ്ട്, പഴയ മോഡൽ. എന്താ ഭംഗി നോക്കി. ഔഡി, അപ്പുറത്തെ ഔഡി കിടപ്പുണ്ട്, റെഡ് ഔഡി. ഒരു നൈസ് യെല്ലോ പോർഷെ കിടപ്പുണ്ട്. പിന്നെ അപ്പുറത്തെ ഒരു റേഞ്ച് റോവർ കിടപ്പുണ്ട്. പിന്നെ റോൾസ് റോയ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതേത് വണ്ടിയാണോ അറിയില്ല, പഴയത് മോഡലാണ്. ചെറിയ മിനി കാർസ്, ഒരു ബോർഡിൽ മിനി കാർസ് KSRTC പക്ഷേ ഒരുപാട് കുറച്ച് അപ്പുറത്തോട്ട് നമുക്ക് കുറച്ച് ട്രെയിനൊക്കെ ഓടി പോകുന്നത്, ട്രെയിനൊക്കെ ഓടി പോകുന്നത് കാണാൻ സാധിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമുക്ക് മനസ്സിലാക്കാം ഭംഗിയാണ്. സാരഥി നമ്മുടെ പ്രിയപ്പെട്ട സുമേഷ് ബാബു, KSRTC സുമേഷ് ബാബുവിന്റെ ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും പങ്കെടുക്കാം. കാണാൻ കഴിവുള്ള തിരുവനന്തപുരം പഴയ മോഡലാണ്. ഈ ജനപ്രതിനിധിയുടെ ഭാഗമായി പലരും നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരെയും കാണാൻ കലക്കുണ്ടായിരുന്നു. കനകുന്നിൻ്റെ വിശാഖണ്ഡി ഓഡിറ്റോറിയത്തിന് മുകളിലെല്ലാം നിരത്തി വെച്ചിരുന്നു കാണാൻ വേണ്ടി. പേര് ഫോൺ നമ്പർ രേഖപ്പെടുത്തി ഈ ബോക്സിൽ ഇട്ടാൽ മതി. മോട്ടോർ വാഹന നിയമനിഷ്കർഷത്തിലുള്ള പരിശീലനങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളുടെ പ്രവർത്തന വിവരങ്ങൾ കൂടി വിവരിക്കുന്ന തിയറി ക്ലാസുകളും പരിശീലന പരിപാടികൾ ഉൾപ്പെടുത്തുന്നു. ബാഹ്യ ഇടപെടലുകളില്ലാതെ ആത്മവിശ്വാസത്തോടെ എന്തായിട്ടും നോക്കി KSRTCയുടെ എഞ്ചിനാണ്. എല്ലാ ഫുൾ പാർട്സുകളുണ്ട്. എഞ്ചിന്, ക്രാങ്ക്, പിസ്റ്റൺ എല്ലാം കാണുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു.
ോമാരാണ് ഇനി നമ്മളെ റോഡിൽ ഇറങ്ങാൻ പോകുന്ന കൊമ്പന്മാർ. എന്താ എല്ലാം പ്രകാശ് ബോഡിയാണ് കേട്ടോ വരുന്നത്. പ്രകാശ് ബോഡിയാണ്. ഇത് ലിങ്ക് ബസ്സാണ്. ഇതാ വോൾവോ ബസ്. ഇതെല്ലാം പ്രകാശ് ബോഡിയാണ് പറഞ്ഞത്. എന്താ ഗൈസ്, ഇത് എന്ത് ഭംഗിയാണ് നോക്കി. ഫുൾ ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴത്തെ നമ്മളെ പ്രൈവറ്റ് ബസ്സിനെയൊക്കെ വെല്ലുന്ന രീതിയിലാണ് എല്ലാം ബസ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. KSRTC. ഇത് ലിങ്ക് ബസ്സാണ്. എല്ലാം പ്രകാശ് ബോഡിയാണ് പറഞ്ഞത്. ഭംഗിയാക്കി. ഇത് ലൈലാൻഡാണെന്ന് തോന്നുന്നു. മറ്റേ ബാക്കിൽ കിടക്കുന്നത് ലൈലാൻഡാണ്. പിന്നെ ആ ചെറിയ ബസ്സൊക്കെ ടേറ്റേര എന്തോ ആണ്. ഇത് നമ്മൾ നോർമൽ ഓർഡിനറിയാണ്. കണ്ടാൽ ഭംഗിയെ നോക്കി. ഇത് ഐഷറിൻ്റെ എൻജിനാണ് വരുന്നത്. ഉണ്ടോ? ഇത് ഫാസ്റ്റ് പാസഞ്ചർ നോക്കാം. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇത് ടാറ്റയാണ് വരുന്നത്. അതിൻ്റെ ഭംഗി നോക്കി. സൂപ്പർ ഫാസ്റ്റാണേ. നോക്കാം. ഉണ്ടോ ഗൈസ്, ഇതും ടാറ്റയാണ്. ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. വീണ്ടും നമ്മളെ പുലിക്കുട്ടി വോൾവോ ആണ്. ഇത് പെയിൻറ്റിങ് ഒക്കെ എന്ത് ക്വാളിറ്റി നോക്കിയേ. പിന്നെ പ്രകാശ് ബോഡി എല്ലാവർക്കും അറിയാമല്ലോ, അത് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് അവരുടെ ബോഡി. ലൈലാൻഡിൻ്റെ മുട്ടായിയാണ് നമ്മുടെ വോൾവോ വരുന്നത് KSRTC. അപ്പുറത്ത് ഒരു ലിങ്ക് ബസ് കിടപ്പുണ്ട്. ഈ കളർ പാറ്റേൺ ഒക്കെ നോക്കി. ഇതിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റിയാണ് ബസ്സിൻ്റെ. ഇതിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ കയറുന്നുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. ഉണ്ടോ? ഉണ്ടോ ഗൈസ്? സീറ്റ് കണ്ടുണ്ട് ക്വാളിറ്റിന്ന്. അപ്പുറത്തെ ആ ബാക്കി ലൈലാൻഡിൻ്റെ ഒരു സ്റ്റിയറിംഗ് ഇരുന്നുണ്ടോ? പറ്റില്ല. ലിങ്ക് ബസ് വരുന്ന ലൈലാൻഡാണ് കേട്ടോ. പിള്ളേരൊക്കെ ഇഷ്ടംപോലെ കയറി നോക്കുന്നുണ്ട്. നല്ല നല്ല ഭംഗിയുണ്ട് ബസ്. കണ്ടോ നമ്മളെ പഴയ മോഡൽ ആനക്കുട്ടി. ഇതാണ് നമ്മളെ പഴയ മോഡൽ ഓടുന്നത്. ഇനിയാണ് നോക്കി. താഴോട്ട് പിന്നെ ഇതേപോലെ കാറിൻ്റെ ചെറിയ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. റേഞ്ച് റോഡ് കുറച്ച് കാറുകളൊക്കെ ഉണ്ടായിരുന്നു കളക്ഷൻ. അവിടെ പിന്നെ അവർ ഇന്നും കൂടെ ഉള്ളൂ കേട്ടോ. ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്. 24 തീയതി ലാസ്റ്റ് ഡേറ്റാണ്. ഇന്നൂടെ ഉള്ളൂ എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ അവർ കുറേ പേര് കൂപ്പണൊക്കെ എഴുതി വാങ്ങുന്നുണ്ടായിരുന്നു. അതോ ലക്കി ഡ്രോയിൻ്റെ ഒക്കെ അവിടെ ഉണ്ട്. കുറച്ച് ഇലക്ട്രിക് വണ്ടി കളക്ഷൻ ഉണ്ടായിരുന്നു. എന്താ കാഴ്ച ഇത് ചെറിയൊരു എക്സിബിഷൻ റൂം പോലത്തെ റൂമാണ്. നമ്മൾ ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റുകളും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥലമാണ്. അങ്ങനെ കുറേ
ഡെമോകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ അന്തസ്സായിട്ട് ഭൂമിയിലേക്ക് കൈമാറാൻ ആവശ്യമായ ശാസ്ത്രീയ ഉപകരണങ്ങളാണ് ഉപഗ്രഹത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്, ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, പ്ലാസ്മ അനലൈസർ, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, മാഗ്നറ്റോമീറ്റർ എന്നിവയാണ് ആദിത്യ L1 ഉപകരണങ്ങളിൽ മുഖ്യമായിട്ടുള്ളത്. 5 വർഷമാണ് ഈ ഉപഗ്രഹത്തിന്റെ പ്രവർത്തന കാലാവധി. വിക്ഷേപണ ചെലവ് കുറയ്ക്കും. ഫ്രണ്ട്സ്, നമ്മളിതാ നമ്മളെ വോൾവോയിലോട്ട് അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇത് ഭംഗിയാണെന്ന് നോക്കിയേ. അതിൻ്റെ അകത്തോട്ട് കയറാനാണ് വെയിറ്റ് ചെയ്ത് നിന്നത്. അങ്ങനെ നമുക്ക് അവസരം കിട്ടി. കണ്ടോ, ഇത് ഭംഗിയാ നോക്കി. ആ സീറ്റിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ എൻ്റെ ഫ്രണ്ട്സ്. പിന്നെ എന്തോന്ന് സെറ്റപ്പ്, എന്ത് രസം നോക്കിയേ. എല്ലാം പുഷ് ബാക്കാണ്, സീറ്റെല്ലാം പുഷ് ബാക്കാണ്. നല്ല ലോങ് ട്രാവലിന് വേണ്ടി ഇറക്കിയതാണ്. നല്ല സീറ്റിംഗ് കംഫർട്ടാണ് കിട്ടുന്നത് ഇതിന്. കണ്ടോ കേട്ടോ, കർട്ടനൊക്കെ കണ്ടോ, പ്രൈവസിക്ക് വേണ്ടിയിട്ട് കർട്ടനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്ത് ഭംഗിയാ നോക്കിയ എൻ്റെ ഗായ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ KSRTC എക്സ്പോ വീഡിയോ. അപ്പോൾ ബൈ ഗായ്സ്.